അപ്പൊ നമുക്ക് ക്ലാസ് എന്നാ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇനിയിപ്പോ വരുന്നവർ എന്തായാലും വരട്ടെ, എല്ലാത്തവരും എന്ത് ചെയ്യട്ടെ, ലൈവ് റെക്കോർഡ് കേൾക്കട്ടെ. അപ്പൊ ഞാൻ ഇത്രയും ദിവസമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറെക്കുറെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, GK ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോർപ്പറേഷൻ ബാങ്കിങ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ എന്ത് ചെയ്യും, ബാങ്കിങ് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കണം. നമുക്ക് ബാങ്കിങ്ങിന്റെ കുറച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് ആ ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് 1968/2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1968/2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏറെക്കുറെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. പക്ഷെ നമുക്ക് എല്ലാവരും ഒരു ഉത്തരം ഓർമ്മ വരും. എക്സാമിന് പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേറെ ആയിരിക്കും, അതുപോലെ തന്നെ ഓപ്ഷൻസ് വേറെ ആയിരിക്കും. അപ്പൊ കണ്ട ഓർമ്മ വെച്ചിട്ട് കണ്ടോട്സ് അങ്ങനെ കുത്താൻ നിൽക്കരുത്, ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് അക്കൗണ്ടൻസിയുടെ കേസിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ചിലപ്പോൾ ഡെബിറ്റ് സൈഡ് ആയിരിക്കും, ചിലപ്പോൾ ക്രെഡിറ്റ് ആയിരിക്കും. അക്കൗണ്ടൻസിയുടെ കേസിലൊക്കെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം തെറ്റിപ്പോകും. പിന്നെ ബാങ്കിങ് ഒക്കെ പിന്നെ ഏറെക്കുറെയൊക്കെ അറിയില്ലേ, ക്രോസിങ്, എൻഡോഴ്സ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, CAs ഒക്കെ ആ സമയത്ത് വലിയ കുഴപ്പമില്ലാതെ എന്ത് ചെയ്യും, നമുക്ക് അറിയും. എന്നാലും ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാം, ചാടിക്കറി ഉത്തരം ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ ഞാൻ 2 ദിവസം ക്ലാസ് എടുത്ത സമയത്ത് അറിയുന്ന ബേസിക്സ് ഉള്ള ചോദ്യങ്ങൾ തന്നെ ചോദിച്ചപ്പോൾ പലരും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ പല ഇയേഴ്സും അതുമായി ബന്ധപ്പെട്ട വേറെ പല കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എന്നാ സ്റ്റാർട്ട് ചെയ്യാം. 111 ചോദ്യം തൊട്ടാണ് എന്ത് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 111 മുതലാണ്. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. 111 ചോദ്യം മുതലാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ബാങ്കിങ് ആണ്. മാക്സിമം റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ ഒരു എനർജി ഉണ്ടാവുള്ളൂ. എല്ലാവരും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോകാം. 111 ചോദ്യമാണ്. 111 ചോദ്യമാണ്. ഡാഷ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ CRR വിത്ത് RBI. ഏത് ബാങ്കാണ് RBI CRR എന്ത് ചെയ്യണേ, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്? ഡാഷ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ CRR വിത്ത് RBI. ഓപ്ഷൻ നോക്കിയേ. സ്റ്റേറ്റ് ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, അർബൻ കോപ്പറേറ്റീവ് ഉണ്ട്, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. ചോദ്യം ചോദിക്കുമ്പോഴേ ഉത്തരം വരുന്നുണ്ട് അല്ലെ. ആ ഒരു സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ആ ഒരു സ്പിരിറ്റ് ഇഷ്ടമായി. അപ്പൊ ഓപ്ഷൻ D ആണ് കറക്റ്റ് ഉത്തരം അല്ലെ. ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് തന്നെയാണ് കറക്റ്റ് ആയിട്ട് ഉത്തരം വരിക. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്താണെന്ന് അറിയാലോ അല്ലെ. RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂൾഡ് പെട്ട ബാങ്കിനാണ് നമ്മൾ എന്ത് പറയാ, ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയാം. RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂൾഡ് പെട്ട ബാങ്കുകളിൽ നമ്മൾ എന്ത് പറയാ, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയാം. ഇതിലിപ്പോ അങ്ങനെ വലിയ കാര്യമായിട്ട് എനിക്ക് റിലേറ്റഡ് ഫാക്ട് ഒന്നും പറയാനില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ CRRന്റെ ഫുൾ ഫോം അറിയാലോ അല്ലെ. ക്യാഷ് റിസർവ് റേഷ്യോ ആണ് CRRന്റെ ഫുൾ ഫോം. പിന്നെ RBI ആക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ RBI ആക്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന കുറച്ച് ആക്ടുകളുണ്ട്. ആക്ടിൽ നമ്പേഴ്സ് ഉണ്ട് 20. RBI ആക്ടിന്റെ 20 എന്താ പറയുന്നത്? RBI ആക്ടിന്റെ 20 സെക്ഷൻ 20 എന്താ പറയുന്നത്? RBI ആക്ടിന്റെ സെക്ഷൻ 20 എന്താ പറയുന്നത്? RBI ആക്ടിന്റെ സെക്ഷൻ 20 RBI ആക്ട് ആസ് ബാങ്കർ ടു ഗവൺമെന്റ് അല്ലെ. RBI ഒരു ബാങ്ക് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുകയാണ്. RBI ആക്ട് ആസ് ബാങ്കർ ടു ഗവൺമെന്റുകളുടെ ബാങ്ക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, RBI പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ RBI ആക്ടിന്റെ സെക്ഷൻ 22 22 എന്ത്, നോട്ട് ഇഷ്യൂവിനെ കുറിച്ച് പറയുന്നത്, റൈറ്റ് ഓഫ് നോട്ട് ഇഷ്യൂ. നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 22 പിന്നെ നമ്മൾ RBI ആക്ടിനെ മെയിൻ ആയിട്ട് പഠിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 42 പഠിക്കാറുണ്ട് അല്ലെ. CRR, RBIയുടെ സെക്ഷൻ 42 നമ്മൾ എന്ത് പഠിക്കുന്നത്, CRRനെ കുറിച്ച് പഠിക്കുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോനെ കുറിച്ച് പഠിക്കുന്നത്. അതുപോലെ തന്നെ 49 അല്ലെ, സെക്ഷൻ 49 ബാങ്ക് റേറ്റിനെ കുറിച്ച് പഠിക്കുന്നത്. ചോദിക്കാറുണ്ട്, എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, 20, 22, 42, 49 RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ പെടുന്നതിന് നമ്മൾ എന്ത് പറയാ, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയാം. ഇതങ്ങനെ എല്ലാവരും കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് നമ്മുടെ സമയം കളയണ്ട. 112 ചോദ്യം നോക്കാം അല്ലെ. 112 ചോദ്യം നോക്കാം. എന്താ ചോദ്യം? ദ ലോങ് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് എ ബാങ്ക് ഈസ് കോൾഡ്. ഒരു ബാങ്കിന്റെ ലോങ് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സിനെ എന്താണ് പറയാന്നാണ്. ഓപ്ഷൻ എ എന്തുണ്ട്, സോൾവൻസി ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, വയബിലിറ്റി ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. ഉത്തരം ഏതാണ്? ഉത്തരം വരുന്നത് സോൾവൻസി ആണ് അല്ലെ. ചോദ്യം മനസ്സിലാവാം.
ലോങ് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് എ ബാങ്ക്. ഒരു ബാങ്കിന്റെ ലോങ് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് നമ്മൾ എന്താ പറയാ? സോൾവൻസി എന്ന് പറയാ. അങ്ങനെയെങ്കിൽ ലിക്വിഡിറ്റി എന്താ പറയാ? ലിക്വിഡിറ്റി എന്താണ്? അങ്ങനെയെങ്കിൽ ലിക്വിഡിറ്റി എന്താണ്? ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് അല്ലെ? ഒരു ബാങ്കിന്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് നമ്മൾ എന്താ പറയാ? ലിക്വിഡിറ്റി എന്ന് പറയാം. നമുക്ക് പെട്ടെന്ന് ഏത് അസറ്റിനെയും നമുക്ക് എന്ത് ചെയ്യണം? ക്യാഷ് ആക്കി മാറ്റാൻ പറയണം, മാറ്റാൻ പറ്റണം. അതിനെയാണ് നമ്മൾ സാധാരണ ലിക്വിഡിറ്റി എന്ന് പറയാം. ക്യാഷ് ആയിട്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതിന് നമ്മൾ ലിക്വിഡ് അസറ്റ് എന്നൊക്കെ പറയാം. ഇവിടെ പഠിച്ച കാര്യം സോൾവൻസി ലോങ് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ആണ്. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ആണ്. ലിക്വിഡിറ്റിന്റെ ഒന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ക്യാഷ് ആക്കിയിട്ട് മാറ്റാൻ പറ്റണം. അതുപോലെ തന്നെ വയബിലിറ്റി എന്ന് പറയുമ്പോൾ മീനിങ് എന്ന് പറയുന്നത് പ്രവർത്തനക്ഷമത ആണ് കേട്ടോ. വയബിലിറ്റി മീനിങ് എന്താണ്? പ്രവർത്തനക്ഷമത. ഒരു ബാങ്കിന്റെ പ്രവർത്തനക്ഷമതയാണെന്നുള്ളതാണ് വയബിലിറ്റി എന്നുള്ളത്. അതിന് സാധ്യതകൾ എന്നൊക്കെയാണ് പറയാ. വയബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി അറിയാം അല്ലെ? പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു കപ്പാസിറ്റിയാണ് പ്രോഫിറ്റബിലിറ്റി. ഈ ഒരു ചോദ്യത്തിലും കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. 113 ചോദ്യം നോക്കി. ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ എന്താണ്? ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ദോസ് ലിസ്റ്റഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓ. നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. നേരത്തെ 111 ചോദ്യം നമ്മൾ പഠിച്ചാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞ സെക്കൻഡ് ഷെഡ്യൂൾ ഏത് ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം. ഏത് ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഉൾപ്പെട്ടിരുന്നതാണ്? BR ആക്ട് ഉണ്ട്, RBI ആക്ട് ഉണ്ട്, NA ആക്ട് ഉണ്ട്, നബാർഡിന്റെ ആക്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂസിങ് ആവുന്ന ഒരു ഓപ്ഷൻ പോലും എന്തില്ല, ഇതിലില്ല. പക്ഷെ ബേസിക്സ് ആണ്. നമ്മൾ തെറ്റിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ബേസിക്സ് ആണ്. ഏറെക്കുറെ പഠിച്ചെത്തിയവരൊക്കെ ഹയർ ലെവലോട്ട് പുതിയ പുതിയ കാര്യങ്ങൾ തേടിപ്പോവും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നുപോകും. കുറച്ചൊരു 19, 2020, 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ബേസിക്സ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്ത് പോകാൻ പറ്റും. ക്വസ്റ്റ്യൻ ആണെങ്കിലും ആൻസർ വേഗം വേഗം ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ എന്താണ്? RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ അല്ലെ? RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ പെട്ട ബാങ്കിനെയാണ് നമ്മൾ എന്താ പറയാ? ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ RBI ആക്ട്, BR ആക്ട് അല്ലെ? നമ്മൾ BR ആക്ടിനെ കുറിച്ച് എപ്പോഴും പഠിക്കാറുണ്ട്. BR ആക്ടിനെ കുറച്ച് സെക്ഷൻ ചോദിച്ച് ഉത്തരം പറയോ? 5B. BR ആക്ടിന്റെ 5B എന്താ പറയുന്നത്? 5Bയിൽ BR ആക്ടിന് എന്താ പറയുന്നത്? 5B ഓഫ് BR ആക്ട്. BR ആക്ടിന്റെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയാ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പിന്നീട് എന്തായിരുന്നു? അത് ബാങ്കിങ് കമ്പനീസ് ആക്ട് ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്കിങ്ങിനെ കുറിച്ചാണ് 5B അല്ലെ? ഞാനിവിടെ ഒന്ന് എഴുതുന്നുണ്ട്. 5B. 5Bയിൽ എന്താ പറയുന്നത്? ബാങ്കിങ്ങിനെ കുറിച്ചാണ്. 5Cയിൽ എന്താണ്? ബാങ്കിങ് കമ്പനിനെ കുറിച്ചാണ്. ഇത് ഒരിക്കൽ ക്വസ്റ്റ്യൻ ഇതിനെ 5Cനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ ചോദ്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. 5Cയിലാണ് എന്ത്? ബാങ്കിങ് കമ്പനിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 9 സെക്ഷൻ 9 എന്താ പറയുന്നത്? ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്. സെക്ഷൻ 9ലാണ് എന്ത് പറയുന്നത്? ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് ആണ് വിത്തിൻ എ പീരീഡ് ഓഫ് 7 ഇയർ. സെക്ഷൻ 9 സെക്ഷൻ 9ലാണ് എന്ത് പറയുന്നത്? ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്. അതുപോലെ തന്നെ അത് എപ്പോഴാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? വിത്തിൻ എ പീരീഡ് ഓഫ് 7 ഇയേഴ്സ്. ഇൻ കേസ് RBIക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് 5 വർഷം കൂടി ഫർദർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ 2 ഇയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? സെക്ഷൻ 9ൽ പഠിക്കുന്നുണ്ട്. സെക്ഷൻ 9ൽ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് ആണ്. അതുപോലെ തന്നെ അത് എപ്പോഴാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? വിത്തിൻ എ പീരീഡ് ഓഫ് 7 ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ RBIക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 വർഷം കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് നമ്മൾ 2 ഇയർ ആണ്. ഒരു 7 ഇയറും പഠിക്കുന്നുണ്ട്. അതുപോലെ ഒരു 5 ഇയർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? 17 സെക്ഷൻ 17 എന്താണ്? റിസർവ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 17ലാണ്. റിസർവ് ഫണ്ട് സെക്ഷൻ 17ലാണ്. 18 എന്താണ്? CRR അല്ലെ? അഗൈൻ ഇവിടെ ഒരു CRRനെ കുറിച്ച് പറയുന്നുണ്ട്. അത് BR ആക്ടിന്റെ സെക്ഷൻ 18ലാണ് CRRനെ കുറിച്ച് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 22 അല്ലെ? 22 എന്താ പറയുന്നത്? ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനി. ബാങ്കിങ് കമ്പനിയുടെ ലൈസൻസിനെ കുറിച്ചാണ് സെക്ഷൻ 22 പറയുന്നത്. സെക്ഷൻ 22 എന്താണ്? ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനി. 23 എന്താണ്? റെസ്ട്രിക്ഷൻ ഓഫ് ഓപ്പണിംഗ് ബ്രാഞ്ചസ്. 23ലാണ് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിന്റെ റെസ്ട്രിക്ഷനെ കുറിച്ചും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ചും പറയുന്നത് BR ആക്ടിന്റെ സെക്ഷൻ 23ലാണ്. പിന്നെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന 26A അല്ലെ? ഡെഫ്, DEF, ഡെഫിന്റെ ഫുൾ ഫോം ഒക്കെ അറിയാലോ അല്ലെ? നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ച കാര്യം. ഡെഫ് 26A പറയുന്നത്. 35A
35A എന്താണ് 35ലാണ് സാധാരണ ബാങ്ക് റെഗുലേഷനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ബാങ്കിങ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നതൊക്കെ സെക്ഷൻ 35A പറയുന്നത്. സെക്ഷൻ 35A പവർ ടു RBI ടു ഗീവ് ഡയറക്ഷൻ ആണ്. കറക്റ്റ് സെക്ഷൻ പറയുകയാണെങ്കിൽ പവർ ടു RBI ടു ഗീവ് ഡയറക്ഷൻസ് മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 35A അതിലാണ് എന്തൊക്കെ വരുന്നത്? KYC, ബാങ്കിങ് ഓംബുഡ്സ്മാൻ, ഇതെല്ലാം വരുന്നത് സെക്ഷൻ 35A വരുന്നത്. അതുപോലെ തന്നെ പിന്നെ പഠിക്കേണ്ട കാര്യം ഏതാണ്? സെക്ഷൻ 45ZA അല്ലെ, സെക്ഷൻ 45ZA നോമിനേഷൻ ഫെസിലിറ്റിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 45ZA. എന്താണ്? നോമിനേഷൻ ഫെസിലിറ്റിയെ കുറിച്ചാണ് സെക്ഷൻ 45ZA പറയുന്നത്. ലാസ്റ്റ് നമ്മൾ സെക്ഷൻ 56 പഠിക്കാറുണ്ട് അല്ലെ. സെക്ഷൻ 56 എന്താണ്? ആക്ട് അപ്ലൈ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ. BR ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്ലിക്കബിൾ ആയതിനെ കുറിച്ചാണ് സെക്ഷൻ 56 പഠിക്കാറുള്ളത്. BR ആക്ടിന്റെ ഇത്രയും ഈ ഒരു കുറച്ച് സെക്ഷനേ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് BR ആക്ടിന്റെ ഉള്ളിലുണ്ട്. നമുക്ക് അറിവിൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളും അതുമായി പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ആണ് ഇത്. 5 മുതൽ 56 വരെ ഞാൻ ജസ്റ്റ് പറഞ്ഞത്. 5B ബാങ്കിങ് ആണ്. സി ബാങ്കിങ് കമ്പനി. 9 ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് ആണ്. 17 റിസർവ്. 18 എന്താണ്? CRR. 22 ഉണ്ട്. 22 ലൈസൻസിംഗ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ്. പിന്നെ 23 റെസ്ട്രിക്ഷൻ ഓഫ് ഓപ്പണിംഗ് ബ്രാഞ്ചസ്. 24 ഉണ്ട്. ഇതിനിടയിൽ 24 വിട്ടുപോയിട്ടുണ്ട്. 24 SLR. 26A എന്നാണ് ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ട്. പിന്നെ 35A പറഞ്ഞു RBI ഡയറക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, ബാങ്കിങ് ഓംബുഡ്സ്മാന്. പിന്നെ അതുപോലെ തന്നെ 45ZA സെക്ഷൻ 56. ZA എന്താണ്? നോമിനേഷൻ ഫെസിലിറ്റിനെ കുറിച്ചും സെക്ഷൻ 56 അപ്ലൈ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. BR ആക്ട് അപ്ലൈ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ത്? സെക്ഷൻ 56. BR ആക്ടിനെ ചുരുക്കി ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? BR ആക്ട് ഏറെക്കുറെ വേണ്ടപ്പെട്ട സെക്ഷൻ ക്ലിയർ അല്ലേ? ഓക്കെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അല്ല, മഴ വരുന്നുണ്ട്, കറണ്ട് പോവും ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലെ? അങ്ങനെ നമുക്ക് 114ാമത് ചോദ്യം നോക്കാം. എ സീസബിൾ പോർഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഈസ് ഫോംഡ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആണോ, മിസ്ലേനിയസ് ഇൻകം ആണോ, ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ലോൺസ് ആൻഡ് അഡ്വാൻസ് ആണോ, പീനൽ ഇൻട്രസ്റ്റ് ആണോ? ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല. കോപ്പറേറ്റീവ് ബാങ്കിന്റെ മെയിൻ ആയിട്ട് പ്രോഫിറ്റ് ഏതിൽ നിന്നാണ് വരുന്നതാണ് ചോദ്യം. കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എവിടെ നിന്നാണ്, ഏത് പോർഷൻ എവിടെ നിന്നാണ് അവർ കിട്ടുന്നതാണ് മെയിൻ ആയിട്ട്. സോഴ്സ് ഓഫ് ഇൻകം ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഏത് ഇൻകത്തിൽ നിന്നാണ്? ഓപ്ഷൻ സിയിലാണ് അല്ലെ. ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ലോൺസ് ആൻഡ് അഡ്വാൻസ്. ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ലോൺസ് ആൻഡ് അഡ്വാൻസ്. ലോൺസും അതുപോലെ അതിന് കൊടുക്കുന്ന അഡ്വാൻസും ഇൻട്രസ്റ്റ് നിന്നാണ്. അതിന്റെയൊക്കെ ഇൻട്രസ്റ്റിൽ നിന്നാണ് എന്ത് മെയിൻ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളുടെ വരുമാനം. ഇതിൽ കൂടുതലൊന്നും വേറെ പറയാനൊന്നുമില്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാ ബാങ്കിന്റെയും ഇൻട്രസ്റ്റിൽ നിന്നാണ് അവരുടെ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ഇത്രയും 114ാമത് ചോദ്യത്തിലുള്ളൂ. നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? 115ാമത് ചോദ്യം നോക്കാം. ഡാഷ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലാർജസ്റ്റ് പോർഷൻ ഓഫ് ബാങ്ക് ലയബിലിറ്റി. ഒരു ബാങ്കിന്റെ ഏറ്റവും വലിയ ലയബിലിറ്റി ഏതാണ്? ഒരു ബാങ്കിന്റെ ഏറ്റവും വലിയ ലയബിലിറ്റി ഓൺ ഫണ്ട് ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, ബോറോയിങ്സ് ഉണ്ട്, പ്രൊവിഷൻ ഉണ്ട്. ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടിയാണ് അല്ലെ. ഇതേപോലത്തെ ചോദ്യങ്ങൾ മാത്രമാണെങ്കിൽ അയ്യോ അങ്ങനെ മാർക്ക് കിട്ടിയൊരു കാര്യമില്ല, എല്ലാവരും കയറി പോകും. ഓപ്ഷൻ ബി ആണല്ലേ, ഡെപ്പോസിറ്റ് ആണല്ലേ. ഒരു എല്ലാ ബാങ്കിന്റെയും ഏറ്റവും വലിയ ലയബിലിറ്റി ഡെപ്പോസിറ്റ് തന്നെയാണ്. ജനങ്ങളുടെ പൈസ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ പൈസകളെല്ലാം അവരുടെ അക്കൗണ്ടിൽ വരുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ ബാധ്യതയാണ്. കസ്റ്റമർ ചോദിക്കുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കണം. അത് ബാങ്കിന്റെ ലയബിലിറ്റിയാണ്, ബാങ്കിന്റെ ഏറ്റവും വലിയ ബാധ്യത തന്നെയാണ്. അപ്പോൾ ഡെപ്പോസിറ്റ് തന്നെയാണ് ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഏറ്റവും വലിയ ലയബിലിറ്റി എന്ന് പറയാം. ഓക്കെ, 116ാമത് ചോദ്യം നോക്കാം. ഡാഷ് റെക്കമെൻഡഡ് ദ സെറ്റിംഗ് അപ്പ് ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് അറിയാലോ അല്ലെ. FSS റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് ചോദ്യം. FSS റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ എ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഉണ്ട്, ബാവ കമ്മിറ്റി ഉണ്ട്, ഹസാരി കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ശിവരാമൻ കമ്മിറ്റി ഉണ്ട്. ഇങ്ങനത്തെ ഒരു ചോദ്യം വരികയാണെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഉത്തരം എഴുതണം. ഓപ്ഷൻ എ എഴുതണം അല്ലെ. നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്നുള്ള ഉത്തരം എഴുതണം. നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ ഹെഡ് ആരാണ്? നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ ഹെഡ് ആരായിരുന്നു?
വേഗം പറഞ്ഞേ. ഹെഡ് ആരായിരുന്നു? നാഷണൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ ഹെഡ് ആരായിരുന്നു? എവിടെ എല്ലാരും പോയോ? TA പായ് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? TA പായ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ. FSS റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് നാഷണൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ. അതിന്റെ ഹെഡ് ആരായിരുന്നു? TA പായ് ആയിരുന്നു അല്ലെ? പിന്നെ ഇവിടെ ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? ബാവ കമ്മിറ്റി ഉണ്ട്, ഹസാരി കമ്മിറ്റി ഉണ്ട്, ശിവരാം കമ്മിറ്റി ഉണ്ട്. ശിവരാം കമ്മിറ്റിന്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എല്ലാവർക്കും അറിയാം അല്ലെ? നബാർഡാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ശിവരാമൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ ആണ്, നബാർഡാണ്. അതുപോലെ തന്നെ ബാവ കമ്മിറ്റിന്റെ ലാംസ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ്? ബാവ കമ്മിറ്റിയാണ് അല്ലെ? ലാംസ് റെക്കമെൻഡ് ചെയ്തത് ബാവ കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ GP ബാവ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? GP ബാവ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ട് റെക്കമെൻഡേഷൻ ഏതായിരുന്നു? മിനിമം ഇൻവോൾവ്മെന്റ് സ്കീമിന് ആരെ റിലേറ്റ് ചെയ്ത് ചോദിച്ചാരാണ്? അത് GP ബാവയാണ്. ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ്. നാഷണൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ FSS, ബാവ കമ്മിറ്റി ലാംസ് ആണ്. അതുപോലെ GP ബാവ കമ്മിറ്റി എന്താണ്? മിനിമം ഇൻവോൾവ്മെന്റ് സ്കീമാണ്. ശിവരാമൻ കമ്മിറ്റി നബാർഡ് ആണ്. അതുപോലെ തന്നെ ഹസാരി കമ്മിറ്റി അല്ലെ? ഹസാരി കമ്മിറ്റി എങ്ങനെ അറിയോ? കമ്മിറ്റി ഓൺ ഇന്റഗ്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്ന് അറിയപ്പെടുന്നത് ഹസാരി കമ്മിറ്റിയാണ്. കമ്മിറ്റി ഓൺ ഇന്റഗ്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്ന് അറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? ഹസാരി കമ്മിറ്റിയാണ് കേട്ടോ. HAZARI ഒരിക്കലും തെറ്റിക്കരുത്. ഹസാരി കമ്മിറ്റി എന്താണ്? കമ്മിറ്റി ഓൺ ഇന്റഗ്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്ന് അറിയപ്പെടുന്നത് ഒരു ഹസാരി കമ്മിറ്റിയാണ്. ബാങ്കിന് ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നു റെക്കമെൻഡേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. എപ്പോഴും നരസിംഹ കമ്മിറ്റി, പിന്നെ ലാസ്റ്റ് ആയിട്ട് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ KYC റെക്കമെൻഡ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാത്തിലും ഓരോ റെക്കമെൻഡേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റെക്കമെൻഡേഷൻ എന്തായാലും പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക.